എല്ലാ മാന്യ പ്രേക്ഷകർക്കും മല്ലു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന്, നഗരങ്ങളിലെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ടാകും? ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്ന താർ മരുഭൂമിയിലേക്കാണ്. രാജസ്ഥാൻ, രാജാക്കന്മാരുടെ നാട്. അവിടുത്തെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ, ചരിത്രമുറങ്ങുന്ന കോട്ടകളിലൂടെ, നക്ഷത്രങ്ങൾ വിതറിയ ആകാശത്തിനു താഴെ ഒരു രാത്രി. നമുക്ക് ആ യാത്ര ആരംഭിക്കാം. സിദ്ധാർത്ഥ് ഒരു IT കമ്പനിയിലെ ജോലിയിൽ മടുത്തു നിൽക്കുന്ന യുവാവാണവൻ. സിസ്റ്റത്തിന് മുന്നിലിരുന്ന് മടുത്ത കണ്ണുകൾക്ക് പുതുജീവൻ നൽകാൻ അവൻ തിരഞ്ഞെടുത്തത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ആയിരുന്നു. തന്റെ ബാഗും തൂക്കി ട്രെയിൻ കയറുമ്പോൾ അവന്റെ മനസ്സിൽ വെറുമൊരു യാത്ര മാത്രമായിരുന്നില്ല, മറിച്ച് തന്നെ ഒന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു അത്. ട്രെയിൻ വിൻഡോയിലൂടെ നോക്കുമ്പോൾ പച്ചപ്പുകൾ പതുക്കെ അപ്രത്യക്ഷമാകുന്നത് അവൻ കണ്ടു. മരങ്ങൾ കുറഞ്ഞു വരുന്നു. പകരം മുൾച്ചെടികളും കള്ളിമുൾച്ചെടികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മണ്ണ് അതിൻ്റെ നിറം മാറ്റുകയാണ്. കറുപ്പിൽ നിന്നും തവിട്ടിലേക്കും, അവിടെ നിന്ന് നേർത്ത മഞ്ഞ നിറത്തിലേക്കും മണ്ണ് വഴിമാറുന്നു. ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ സിദ്ധാർത്ഥിനെ വരവേറ്റത് അവിടുത്തെ തനതായ ഗന്ധമായിരുന്നു. ഉണങ്ങിയ മണലിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചരിത്രത്തിൻ്റെയും ഒരു സമ്മിശ്രഗന്ധം. ജയ്സാൽമീർ, സ്വർണനഗരം. അവിടുത്തെ ഓരോ കെട്ടിടവും നിർമ്മിച്ചിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ നഗരം സ്വർണത്തെ പോലെ തിളങ്ങുന്നു. സിദ്ധാർത്ഥ് നേരെ പോയത് ജയ്സാൽമീർ കോട്ടയിലേക്കായിരുന്നു. ലോകത്തിലെ തന്നെ അപൂർവം ലിവിംഗ് ഫോർട്ടുകളിലൊന്നാണത്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ആ കോട്ടയ്ക്കുള്ളിൽ വസിക്കുന്നു. ഇടുങ്ങിയ തെരുവുകൾ, ഇരുവശങ്ങളിലും മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഹവേലികൾ, രാജസ്ഥാനി സ്ത്രീകളുടെ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ആ സ്വർണ്ണ നിറമുള്ള പശ്ചാത്തലത്തിൽ ഒരു ചിത്രം പോലെ തോന്നിപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥിന്റെ ലക്ഷ്യം നഗരമായിരുന്നില്ല. അവനു പോകേണ്ടത് മരുഭൂമിയുടെ ഹൃദയത്തിലേക്കായിരുന്നു. സാൻഡ് ഡ്യൂൺസ്. നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് ഈ മണൽക്കുന്നുകൾ. ഒരു ജീപ്പിലായിരുന്നു യാത്ര. നഗരം വിട്ടതോടെ റോഡിനിരുവശവും ശൂന്യമായ മണൽപ്പരപ്പുകൾ മാത്രമായി. ദൂരെ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങളെ കാണാം. കാറ്റ് വീശുമ്പോൾ മണൽത്തരികൾ റോഡിലൂടെ ഒഴുകി നടക്കുന്നത് ഒരു സ്വപ്നത്തിലെന്ന പോലെ അവൻ നോക്കി നിന്നു. മണൽക്കുന്നുകളിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥിനെ കാത്ത് ഹരീഷ് എന്ന ഗൈഡുണ്ടായിരുന്നു. ഹരീഷ് ഒരൊട്ടകത്തെയും കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. സാബ്, ഇതാണ് ബാദൽ, ഇവനാണിന്ന് നിങ്ങളുടെ കൂട്ട്, ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒട്ടകപ്പുറത്തുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഓരോ ചുവടിലും ശരീരം ആടിയുലഞ്ഞു. പക്ഷേ ആ ഉയരത്തിലിരുന്ന് മരുഭൂമിയെ നോക്കുമ്പോൾ തോന്നുന്ന അനുഭവം വിവരണാതീതമാണ്. കാറ്റിൽ രൂപം മാറുന്ന മണൽക്കുന്നുകൾ, കനലിലെ പുരമാലകൾ പോലെ അവ അനന്തമായി നീണ്ടുകിടക്കുന്നു. സൂര്യൻ പതുക്കെ ചക്രവാളത്തിലേക്ക് താഴാൻ തുടങ്ങി. മരുഭൂമിയിലെ അസ്തമയം ഒരിക്കലും മറക്കാനാവാത്തൊന്നാണ്. ആകാശം ആദ്യം ഓറഞ്ച് നിറമായി, പിന്നീട് ചുവപ്പും വയലറ്റും കലർന്ന ഒരു വർണ്ണക്കൂട്ടവിടെ തെളിഞ്ഞു. മണൽക്കുന്നുകൾക്ക് മുകളിലിരുന്നു കൊണ്ട് സിദ്ധാർത്ഥ കാഴ്ച ആസ്വദിച്ചു. ചുറ്റും കിലോമീറ്ററുകളോളം മനുഷ്യശബ്ദങ്ങളില്ല. കാറ്റിൻ്റെ മർമ്മരവും ബാദലിൻ്റെ ഇടയ്ക്കുള്ള ശബ്ദവും മാത്രം. ആ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ടെന്നവന് തോന്നി. രാത്രിയായതോടെ മരുഭൂമിയിലെ താപനില പെട്ടെന്ന് കുറഞ്ഞു. തണുത്ത കാറ്റു വീശാൻ തുടങ്ങി. അവർ ഒരു ചെറിയ കൂടാരത്തിനു മുന്നിൽ തമ്പടിച്ചു. അവിടെ ചില പ്രാദേശിക കലാകാരന്മാർ അവരുടെ പരമ്പരാഗത സംഗീതോപകരണങ്ങളുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. രാവണഹത്ത എന്ന സംഗീതോപകരണത്തിൽ നിന്നൊഴുകി വന്ന നാടൻ പാട്ടുകൾ മരുഭൂമിയുടെ ഏകാന്തതയിൽ അലിഞ്ഞുചേർന്നു. തീ കായുന്നതിനിടയിൽ സിദ്ധാർത്ഥ് അവിടുത്തെ തനതായ ദാൽബാത്തി ചൂർമ കഴിച്ചു. കനലിൽ ചുട്ടെടുത്ത ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയായിരുന്നു. രാത്രി 10 മണിയായി കാണും. എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. സിദ്ധാർത്ഥന് മാത്രം ഉറക്കം വന്നില്ല. അവൻ കൂടാരത്തിന് പുറത്തിറങ്ങി മണലിൽ കിടന്നു. മുകളിലേക്ക് നോക്കിയ അവൻ അത്ഭുതപ്പെട്ടുപോയി. നഗരങ്ങളിലെ വെളിച്ചത്തിൽ നമ്മൾ കാണാത്ത ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ. ആകാശഗംഗ അതിൻ്റെ മുഴുവൻ പ്രഭയോടെയും അവിടെ തെളിഞ്ഞു നിന്നിരുന്നു. ഓരോ നക്ഷത്രവും വജ്രം പോലെ തിളങ്ങുന്നു. ആ അനന്തമായ പ്രപഞ്ചത്തിന് താഴെ താൻ എത്ര ചെറിയവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ ഉള്ളിലെ ആകുലതകളും സമ്മർദ്ദങ്ങളും ആ തണുത്ത കാറ്റിൽ എങ്ങോ പറന്നുപോയി.
പെട്ടെന്ന് ദൂരെ എവിടെയോ ഒരു മണൽക്കാറ്റുയരുന്നതുപോലെ അവനു തോന്നി. മണൽത്തരികൾ വായുവിൽ നൃത്തം ചെയ്യുന്നു. ആ നിശബ്ദതയിൽ മരുഭൂമി അവനോടെന്തോ സംസാരിക്കുന്നതുപോലെ. ഇവിടെ ഒന്നുമില്ല, എങ്കിലും എല്ലാമുണ്ട്, അവൻ സ്വയം മന്ത്രിച്ചു. മരുഭൂമിയിലെ ആ രാത്രി അവനൊരു പുതിയ കാഴ്ചപ്പാട് നൽകി. ജീവിതമെന്നത് തിരക്കുകൾക്കിടയിൽ ഓടിത്തീർക്കാനുള്ളതല്ല, മറിച്ച് ഓരോ നിമിഷവും അനുഭവിച്ചു ജീവിക്കാനുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കി. പിറ്റേന്ന് രാവിലെ ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങൾ മണൽക്കുന്നുകളെ സ്പർശിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഉണർന്നു. മരുഭൂമിക്കിപ്പോൾ ഒരു പുതിയ ഉന്മേഷമാണ്. അവൻ ഹരീഷിനോട് യാത്ര പറഞ്ഞു. തിരികെ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ബാഗിൽ പഴയതിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. പക്ഷേ അത് മണലിന്റെയോ കല്ലിന്റെയോ ഭാരമായിരുന്നില്ല, മറിച്ച് മരുഭൂമി നൽകിയ മനോഹരമായ ഓർമ്മകളുടെയും സമാധാനത്തിന്റെയും ഭാരമായിരുന്നു. ജയ്സാൽമീറിലെ ആ സ്വർണ്ണ മണലിലൂടെ നടക്കുമ്പോൾ അവൻ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ തനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. രാജസ്ഥാൻ അവനെ പഠിപ്പിച്ചത് അതിജീവനത്തിന്റെ കഥകളല്ല, മറിച്ച് ശാന്തതയുടെയും സൗന്ദര്യത്തിന്റെയും പാഠങ്ങളാണ്. ആ യാത്ര അവസാനിക്കുമ്പോൾ സിദ്ധാർത്ഥ് പഴയ സിദ്ധാർത്ഥായിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ മരുഭൂമിയുടെ തിളക്കവും മനസ്സിൽ ആകാശഗംഗയുടെ ശാന്തതയുമുണ്ടായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. രാജസ്ഥാന്റെ മണൽപ്പരപ്പിലൂടെയുള്ള ഈ ചെറിയ യാത്ര നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ജീവിതത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇത്തരമൊരു യാത്ര പോകേണ്ടതുണ്ട്. നിശബ്ദതയുമായി സംവദിക്കാനും പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാനും അത് നമ്മെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ കഥകൾക്കായി ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, വിടാം.